എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 ലിറ്റർ അളവിൽ പാലാണ്. അപ്പോൾ 1 ലിറ്റർ പാൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 100 ഗ്രാം അളവിൽ ബട്ടറാണ്. ബട്ടർ നമ്മൾ ഇതിലേക്ക് എടുക്കുമ്പോൾ ഉപ്പ് ഉണ്ടാകാൻ പാടില്ല, അൺസാൾട്ടഡ് ബട്ടർ വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 100 ഗ്രാം അളവിൽ ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബട്ടർ ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. തീ നമ്മൾ കൂട്ടിയിട്ടാൽ ബട്ടർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയി ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ തീ നല്ല പോലെ തന്നെ കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ബട്ടർ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മൈദയാണ്. ആദ്യം നമുക്ക് ഒരു 1/2 കപ്പ് മൈദ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തീയ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു പൊടിയുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാലില്ലേ, അത് മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശായിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കട്ടകളായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാല് നമ്മൾ ഇതുപോലെ ചേർത്ത് ഇളക്കുമ്പോഴത്തേക്കും തന്നെ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നമുക്ക് പുഡിങ്ങിന് മധുരം വേണോ അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനാണ്. മധുരം കുറച്ച് മതി എന്നുള്ളവരാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നമ്മൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ചേർത്ത് ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് കുറുകി വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും, ഒരുപാടങ്ങ് കുറുക്കൊക്കെ കുറുകുന്ന പോലെ ആ ഒരു പരുവമല്ല, അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിന് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണ് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ചൂട് പോയിട്ട് ഒഴിച്ചു കൊടുത്താൽ അതങ്ങ് ആ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങ് കുറുകി അങ്ങ് കട്ടയായി അങ്ങ് പോവും. അതുകൊണ്ട് നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് നല്ല പോലെ തന്നെ തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇതുപോലെ ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിവിടെ ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ തണുത്ത് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 200 ml വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇളക്കി കൊടുക്കൊന്നും വേണ്ട. തീ നന്നായിട്ട് നമ്മൾ കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ ഇതുപോലെ വരാൻ തുടങ്ങും.
ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു പാൻ അത്രയും ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്വല്പം ഒന്ന് വിട്ട് നിന്നൊരു 1/4 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ ഒരു മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു പരിവായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഈ ഒരു സിറപ്പ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അരമണിക്കൂർ ആ ഒരു പുഡിങ് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം വേണം കേട്ടോ. ഈ ഒരു മുകളിൽ ഒഴിച്ച് ഈ ഒരു സിറപ്പിൻ്റെ ചൂടും കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ പുറത്ത് തന്നെ കുറച്ച് സമയം ഒന്ന് വെച്ചേക്കാം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ തണുപ്പിച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ എടുക്കുന്നത്. നല്ല പോലെ തന്നെ നമ്മുടെ ഒരു പുഡിങ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിങ് ആണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.